ഹായ് ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞങ്ങൾ കുട്ടികളുമായിട്ടൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഒരു ജസ്റ്റ് വീടിനടുത്തുള്ള ഒരു മ്യൂസിയത്തിൽ പോയതാണ്. അപ്പോൾ ഒരു 12th ഗ്രേഡ് വരെയുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഐറ്റംസ് ആയിരുന്നു ഇതിനകത്തുണ്ടായിരുന്നത്. പക്ഷേ മോള് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. കാരണം അവൾ ഈ ഐറ്റംസൊക്കെ കണ്ടിട്ട് അതൊക്കെ വെച്ച് കളിക്കുകയായിരുന്നു സത്യത്തിൽ. പിന്നെ തലച്ചോറ് ഇങ്ങനെ ഒരു ജാറിനകത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അവൾ കുറേ നേരം അത് നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ടെലസ്കോപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ടെലസ്കോപ്പിലൂടെ നോക്കാനുള്ളൊരു അവസരം കിട്ടി. അവൻ കുറച്ച് നേരം അതൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് മണലാട്ടോ. ഇത് ഒരു ചരടിൽ ഇങ്ങനെ തൂക്കിയിട്ടേക്കാണ്. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഇതിനകത്ത് വരച്ചു കൊടുക്കാം. അങ്ങനെ കുറച്ച് നേരം അതിനകത്തിരുന്ന് കളിച്ചു. പിന്നെ നമ്മൾ കാണാത്ത രീതിയിലുള്ള പല ഐറ്റംസും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ എക്സ്പെരിമെൻറ്റ്സും കുറേ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അതിനിടയിൽ ഇച്ചിക്കൂട്ടിനൊരു ചെറിയ പോയിരുന്ന് അത് കറങ്ങുന്നതോടൊപ്പം കുറേ നേരം ഇരുന്ന് കറങ്ങി അവസാനം തലയിറങ്ങി വീണു. ഉറങ്ങിയതാണോ തലയിറങ്ങിയതാണോ എന്നറിയില്ല. പിന്നെ ഈ മാജിക്കിലൊക്കെ കാണുന്നത് പോലെ തല മാത്രം കാണുന്നൊരു സംഭവത്തിൽ പോയി കുറച്ച് നേരം ഇരുന്നു. പിന്നെ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കുറേ ഇങ്ങനെ സൂചികൾ പോലെ ഉണ്ട്. അതിങ്ങനെ നമ്മൾ കൈ വെച്ച് ഇങ്ങനെ അമർത്തി താഴേക്ക് വെച്ചതിന് ശേഷം നമ്മുടെ കയ്യോ അല്ലെങ്കിൽ മുഖമോ ഒക്കെ കൊണ്ടുപോയി അതുമ്പോൾ കൊണ്ടുപോയി ടച്ചാക്കി പ്രസ് ചെയ്ത് കൊടുത്താൽ അതിങ്ങനെ ആ ഒരു സൂചികൾ മാത്രം ഫ്രണ്ടിലേക്ക് തള്ളി വരും. അപ്പോൾ ശരിക്കും അതേ ഷേപ്പ് തന്നെ നമ്മൾ മുഖമാണ് വയ്ക്കുന്നതെങ്കിൽ മുഖം വരും. അങ്ങനെ കുറച്ച് നേരം അതിനകത്ത് പോയി കളിച്ചു. പിന്നെ ലാസ്റ്റ് കണ്ടതാണ് പ്ലേ ഏരിയ എന്നുള്ള വലിയൊരു പ്ലേ ഏരിയ ആയിരുന്നു. ഞങ്ങളിത് അവസാനമാണ് കണ്ടത്. ആദ്യം കണ്ടിരുന്നെങ്കിൽ കുട്ടികളെ രണ്ടുപേരെയും ഇതിനകത്താക്കിയിട്ട് പോയേനെ. പക്ഷേ ഞങ്ങളിത് അവസാനമാണ് കണ്ടത്. അത്യാവശ്യം വലിയ രീതിയിലുള്ളൊരു പ്ലേ ഏരിയ തന്നെയായിരുന്നു. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ കളിക്കാനായിട്ട്. നല്ല ടോയ്സും അതുപോലെ തന്നെ പസിൽസും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ട്. കുറച്ച് നേരം മോൻ കുറേ ടോയ്സും വണ്ടികളും ഒക്കെ എടുത്ത് കുറേ നേരം കളിച്ചു. മോൾക്ക് ഇത്തരം കാര്യങ്ങളിലൊക്കെയാണ് ഭയങ്കര ഇൻട്രസ്റ്റ്, ഈ പസിൽസും അതുപോലെ തന്നെ ബ്ലോക്സും ഒക്കെ വെക്കാൻ. അപ്പോൾ അവൾ കുറേ നേരം അതിനകത്തിരുന്ന് കളിച്ചു. പിന്നെ കുറേ ആനിമൽസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആനിമൽസിൻ്റെ ടോയ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് കുറച്ച് നേരം അവളതൊക്കെ വെച്ച് കുറച്ച് നേരം കളിച്ചു. പിന്നെ ഞാനിതിൻ്റെയൊക്കെ പേരൊക്കെ ചോദിച്ചു നോക്കിയിട്ടോ. കുറേ എണ്ണത്തിൻ്റെയൊക്കെ പേര് അവൾക്ക് അറിയാമായിരുന്നു. പിന്നെ കുറേ ഒന്നും അവൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് വിട്ട് അടുത്ത ബ്ലോഗ്സിലേക്ക് പോയി. ABCDൻ്റെയും 1 2 3 ബ്ലോഗ്സ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ കുറേ ഈ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റിയ കുറേ ടോയ്സ് അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അതിൽ നിന്ന് പുറത്തിറങ്ങി. പിന്നെ ഇത് ഒരു മാജിക് കാണിച്ചതാണെന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയതാണ് അവൾ. ഈ ബോള് ശരിക്കും എയറിലാണ് നിൽക്കുന്നത്. അങ്ങനെ കുട്ടികളുടെ കളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ ചെന്നിട്ട് വേണം ഫുഡ് ഉണ്ടാക്കാൻ. പിന്നെ ഞണ്ടുകറി വെക്കാമെന്നാണ് വിചാരിച്ചേക്കണത്. അപ്പോൾ വീട്ടിലെത്തി. അപ്പോൾ ഞാൻ ഞണ്ടുകറി വെക്കാൻ വേണ്ടിയിട്ട് ഞണ്ട് ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് വേവിച്ചെടുത്തു. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ട് വേവിച്ച് വെള്ളം പറ്റിച്ച് വെച്ചേക്കാണ്. അപ്പോൾ നമുക്കിനി ഇത് റോസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം. ആദ്യം പാൻ ചൂടാക്കി ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ വറ്റൽമുളക് പൊട്ടിച്ചു. അപ്പം അതിന് ശേഷം അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള സവാള ഇട്ടു. ഇനി ഈ സവാള നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ എല്ലായ്പ്പോഴും നന്നായിട്ട് വഴറ്റും സവാള. കാരണം ഇവിടെ എല്ലാവർക്കും സവാള കടിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അതിനകത്തേക്ക് പിന്നെ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, അതുപോലെയുള്ള വേപ്പില, പിന്നെ മല്ലിയില, ഇതെല്ലാം കൂടി ഞാൻ അതിനകത്തേക്ക് ഇട്ട് മിക്സ് ചെയ്തു. ഓരോന്നായിട്ട് വഴറ്റിയെടുക്കുകയല്ല, ഞാൻ എല്ലാം കൂടി ഒരുമിച്ചിട്ടതിന് ശേഷം ഒരുമിച്ചാണ് എല്ലാം കൂടി വഴറ്റിയത്. അപ്പോൾ എല്ലാം കൂടി ഒരേപോലെ തന്നെ വഴന്ന് വരും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിക്കുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് ഈ ഇട്ട സാധനങ്ങളൊക്കെ ഒന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ മല്ലിയിലയും കൂടി ഇട്ടായിരുന്നു കേട്ടോ. ഇനി ഇട്ട സാധനങ്ങളൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നന്നായി വാടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. ഞാൻ എപ്പോഴും നന്നായിട്ട് തക്കാളി ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. എനിക്ക് ഈ ഞണ്ട് അതുപോലെയുള്ള പിന്നെ ചെമ്മീൻ അങ്ങനത്തെ കറികളൊക്കെ വെക്കുമ്പോൾ റോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് നന്നായിട്ട് തക്കാളി ചേർക്കുന്നത് ഇഷ്ടമാണ്. നല്ല ടേസ്റ്റുമാണ്. അപ്പം ഇത് നന്നായിട്ട് യോജിച്ച് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് പൊടി ഐറ്റംസ് ചേർക്കാം. അപ്പോൾ ഞാനിതിനകത്തേക്ക് ചേർത്തത് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും മുളക് പൊടിയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് അപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് പൊടിയൊക്കെ നന്നായി ചൂടാവുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം.
നന്നായിട്ട് ചേർത്ത് യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം പൊടിയൊക്കെ ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്കിത്തിരി വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടത് യോജിപ്പിച്ചെടുക്കാം. അപ്പം നന്നായിട്ട് ഏകദേശം അത് വഴന്നിട്ടുണ്ട്. എല്ലാം പൊടി ഐറ്റംസ് എല്ലാം ഒന്ന് യോജിച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് അത് ചൂടാക്കിയെടുക്കാം. ഈ വെള്ളം കുറച്ച് ലാസ്റ്റ് പൊടിയൊക്കെ ചൂടായതിന് ശേഷം വെള്ളം കുറച്ച് ചേർത്ത് കൊടുത്താലാണ് അതെല്ലാം കൂടി ഒന്ന് സെറ്റ് ആവുള്ളൂ. അതിന് വേണ്ടിയിട്ട് അത് ഗ്രേവി പരുവത്തിലേക്ക് ആവുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തത്. അപ്പോൾ നമുക്ക് ഏകദേശം ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഏകദേശം ഒരു ഗ്രേവി പരുവത്തിലേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഈ ഞണ്ട് ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന ഞണ്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞണ്ടിനകത്ത് ഞണ്ട് വേവിച്ചപ്പോൾ വറ്റിച്ചെങ്കിലും അതിൽ കുറച്ച് വെള്ളം ബാക്കിയുണ്ടായിരുന്നു. ഫുള്ളങ്ങ് വറ്റിപ്പോകുന്നവരെ ഞാൻ ചെയ്തില്ല. ആ വെള്ളത്തോട് കൂടിയാണ് ഇതിനകത്തേക്ക് മിക്സ് ചെയ്തത്. ഇനി എല്ലാം ചേർത്തിളക്കി നന്നായിട്ട് യോജിപ്പിച്ച് എല്ലാം യോജിക്കുന്നത് വരെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് കൊടുത്തത് എൻ്റെ മോനാണ്. അപ്പോൾ അവൻ ആദ്യം തിന്ന് നോക്കിയപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി ഞങ്ങൾ ഫുഡ് കഴിച്ച് കിടന്നുറങ്ങും. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ബൈ ബൈ.